CS മലയാളം ലെക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പേപ്പർ 2 അഥവാ മെയിൻ പേപ്പർ മാത്രമല്ല, പേപ്പർ 1ഉം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുക. എക്സാം അടുത്തത് കൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ DBMS ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിലൂടെ ഏത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നും അതുപോലെ തന്നെ ഒരു ടോപ്പിക്കിലെ ഇമ്പോർട്ടന്റ് പോർഷൻസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ ആ ഒരു പോർഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനും ഞാൻ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ നൽകുന്നുണ്ട്. ഇതുവരെ DBMS പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഓവറോൾ ഐഡിയ ലഭിക്കുവാനും അതുപോലെ പഠിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ പഠിച്ച ഭാഗങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാനും ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ഗിവൺ ടു ടേബിൾസ്, ടേബിളിന്റെ നെയിം, എംപ്ലോയി, EID, നെയിം, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഇതാണ് ആട്രിബ്യൂട്ട്സ്. ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊരു ടേബിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം, ഇതാണ് അതിലുള്ള ആട്രിബ്യൂട്ട്സ്. ഫൈൻഡ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി ഗിവൺ ക്വറി. Select count star total from employee where department number in D1, D2. Group by department number having count star greater than 5. ഇവിടെ ഒരു ക്വറി തന്നിട്ടുണ്ട് നമുക്ക്. ഈ ക്വറിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ക്വറി മീൻ ചെയ്യുന്നത് നോക്കാം. ഈ ക്വറിയും അതുപോലെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലാവും. എന്നാലും ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. സെലക്ട് കൗണ്ട് സ്റ്റാർ ടോട്ടൽ ഫ്രം എംപ്ലോയി വേർ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഇൻ D1, D2. എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ നിന്നും ടോട്ടൽ കൗണ്ട്, എംപ്ലോയീസിന്റെ ടോട്ടൽ കൗണ്ട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വേർ ക്ലോസിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഇൻ D1, D2. ഡിപ്പാർട്ട്മെന്റ് നമ്പർ D1 അല്ലെങ്കിൽ D2 ആയിരിക്കണം. അപ്പോൾ എംപ്ലോയി ടേബിളിൽ ഡിപ്പാർട്ട്മെന്റ് നമ്പർ D1 അല്ലെങ്കിൽ D2 ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ടോട്ടൽ കൗണ്ട് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റൊരു ക്ലോസ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നമ്പർ. ഇത് സെലക്ട് ചെയ്ത് കാണിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ബേസ് ചെയ്തിട്ടാണ്. ഹാവിംഗ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 5. മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ കൗണ്ട് D1 അല്ലെങ്കിൽ D2 ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കൗണ്ട് എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചാൽ മതി. ഇതാണ് ഈ ക്ലോസിന്റെ ഇതാണ് ഈ ക്വറിയുടെ മീനിങ്. അപ്പോ ഈ തന്നിരിക്കുന്ന ക്വറിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ 2 അഥവാ total number of employees of department D1 and D2 if the total is greater than 5 എന്നുള്ളതാണ്. ഈ ഒരു ക്വറിയുടെ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതായിരിക്കും ആ ഒരു സാമ്പിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നമ്പർ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ D1, D2, അപ്പൊ D1ന്റെയും D2ന്റെയും ടോട്ടൽ കൗണ്ട് ഇവിടെ ഷോ ചെയ്യും. അത് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ മാത്രമേ ഷോ ചെയ്യുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു ഡൗട്ട് തോന്നും. ദ ഔട്ട്പുട്ട് ഓഫ് ദ ക്വറി മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 റോസ്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ള സാമ്പിൾ ഔട്ട്പുട്ടിലും 2 റോസ് ആണുള്ളത്. അപ്പൊ അത് ശരിയല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകുക. പക്ഷെ അറ്റ്ലീസ്റ്റ് 2 റോസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എന്നാൽ ഈ ക്വറിയുടെ കേസ് ആണെങ്കിൽ കൗണ്ട് ഗ്രേറ്റർ ദാൻ 5 അല്ല, അല്ലെങ്കിൽ D1ലെയും D2ലെയും എംപ്ലോയീസിന്റെ കൗണ്ട് ഗ്രേറ്റർ ദാൻ 5 അല്ല എന്നുണ്ടെങ്കിൽ അത് നൾ വാല്യൂ ആയിരിക്കും. അവിടെ ഔട്ട്പുട്ട് ഷോ ചെയ്യില്ല. അങ്ങനെയുള്ള കേസിൽ ഈ അറ്റ്ലീസ്റ്റ് 2 റോസ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓപ്ഷൻ 2 തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇനി ഈ ഒരു ക്വറിയിൽ പറഞ്ഞിട്ടുള്ള ചില SQL ഫങ്ഷൻസ് ഉണ്ട്. അവ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സെലക്ട് ഒക്കെ നമുക്ക് എന്താണെന്നുള്ളത് അറിയുന്നതാണ്. കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ടോട്ടൽ നമ്പർ ഓഫ് റോസ്, ഒരു ടേബിളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് റോസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SQL കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ വേർ ക്ലോസ്, അതിന്റെ SQL കൗണ്ട് ഫംഗ്ഷന്റെ കൂടെ വേർ ക്ലോസിൽ എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിരിക്കണം. അപ്പോൾ ഇതിന്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് കൗണ്ട് സ്റ്റാർ അല്ലെങ്കിൽ കൗണ്ട് ഓൾ ഓർ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ കൗണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഒരു ടേബിളിലുള്ള നള്ളായിട്ടുള്ള വാല്യൂസിനെയും നള്ളായിട്ട് എന്തെങ്കിലും എൻട്രി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും ഈ കൗണ്ട് സ്റ്റാർ കൗണ്ട് ചെയ്യും. എന്നാൽ കൗണ്ട് ഓൾ അല്ലെങ്കിൽ കൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോട്ട് നള്ളായിട്ടുള്ള വാല്യൂസ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. നള്ളായി കിടക്കുന്ന വാല്യൂസിനെ ഏതെങ്കിലും എൻട്രി നള്ളായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ട് ചെയ്യില്ല. ഡിസ്റ്റിങ്ക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ യുണീക്ക് വാല്യൂസിനെ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസിനെ അത് കൗണ്ട് ചെയ്യില്ല. ഇനി ഗ്രൂപ്പ് ബൈ ക്ലോസ്, SQL കമാൻഡിൽ ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഒരേ ടൈപ്പ് വാല്യൂ ഉള്ള റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇത് സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള കൗണ്ട്, മാക്സ്, മിനിമം, സമ്മ്, ആവറേജ് ഇവരുടെയൊക്കെ കൂടെ ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ഹാവിംഗ് ക്ലോസ് ആണ്. നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ വേർ ക്ലോസ് യൂസ് ചെയ്യാറുണ്ട്. ഈ സെയിം യൂസേജ് ആണ് ഹാവിംഗ് ക്ലോസിനുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കൂടെയാണ്. അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കൂടെ വേർ കീവേഡ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാവിംഗ് ക്ലോസ് എന്ന് പറയുന്നത്. അതിന്റെ സിൻടാക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Given two tables R1 x, y and R2 y, z with 50 and 30 number of tuples respectively. Find the maximum number of tuples in the output of natural join between tables R1 and R2. രണ്ട് ടേബിൾസ് തന്നിട്ടുണ്ട്. R1 എന്നും R2 എന്നും പേരുള്ള രണ്ട് ടേബിൾസ്. ഇവയുടെ ഈ രണ്ട് ടേബിൾസ് തമ്മിൽ നാച്ചുറൽ ജോയിൻ ചെയ്യണം. നാച്ചുറൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്താണ് എന്ന് വെച്ചാൽ, നമ്മൾ ജോയിൻ ചെയ്യുന്ന ടേബിൾസ് തമ്മിൽ അഥവാ ടേബിൾസിന്റെ ഉള്ളിൽ ഒരേ ടൈപ്പും അതുപോലെ തന്നെ സെയിം നെയിമും ആയിട്ടുള്ള സെയിം നെയിം ആൻഡ് ടൈപ്പ് ആയിട്ടുള്ള കോളംസ് ഉണ്ടായിരിക്കണം. ആ കോളംസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടു ടേബിൾസ് ആണെങ്കിൽ അവയെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ജോയിൻ ഈസ് എ ടൈപ്പ് ഓഫ് ജോയിൻ ദാറ്റ് കമ്പൈൻസ് ടേബിൾസ് ബേസ്ഡ് ഓൺ കോളംസ് വിത്ത് ദ സെയിം നെയിം ആൻഡ് ടൈപ്പ്. ഓക്കെ, അതിന്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ 1 നാച്ചുറൽ ജോയിൻ ടേബിൾ 2. ടേബിൾ 1 ടേബിൾ 2 എന്ന് പറയുന്നത് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ടേബിൾസ് ഏതൊക്കെയാണോ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. R1 എന്ന് പറയുന്ന ടേബിളിൽ m റോസും R2 എന്ന് പറയുന്ന ടേബിളിൽ n റോസും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് R1ഉം R2ഉം ജോയിൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് ടേബിളിൽ m × n റോസ് ആണ് ടോട്ടൽ ആയിട്ട് ഉണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ടേബിൾ R എന്ന് പറയുന്നത് അതിലെ ആട്രിബ്യൂട്ട്സ് ആണ് A, C എന്ന് പറയുന്നത്. അതുപോലെ ടേബിൾ S എന്ന് പറയുന്നതിലെ ആട്രിബ്യൂട്ട്സ് ആണ് B, C എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സെയിം നെയിം ആണ്, സെയിം കോളംസ് ആണ് സിയും ഈ സിയും. ഓക്കെ, സെയിം ടൈപ്പും സെയിം നെയിമും ആണുള്ളത്. അപ്പോൾ ഈ ടേബിൾ ആറിനെയും ടേബിൾ എസിനെയും നമുക്ക് നാച്ചുറൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നാച്ചുറൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ആറിനെയും എസിനെയും നാച്ചുറൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണിത്. ഓക്കെ, ടേബിൾ ആറിൽ നമ്പർ ഓഫ് റോസ് 2 ആയിരുന്നു. അതുപോലെ ടേബിൾ ഓഫ് എസിൽ നമ്പർ ഓഫ് റോസ് 3 ആണ്. ഓക്കെ, അപ്പോ റിസൾട്ടന്റ് ആയിട്ടില്ല നാച്ചുറൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടന്റ് ടേബിളിലുള്ള റോസിന്റെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 6 ആണ്. അപ്പോൾ ടേബിൾ ആറിൽ എമ്മും ടേബിൾ എസിൽ എന്നും ആണെങ്കിൽ റിസൾട്ടന്റ് ടേബിളിൽ ടോട്ടൽ m × n മാക്സിമം m × n ആയിരിക്കും റോസ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, 50 റോസും അതുപോലെ തന്നെ 30 റോസും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ മാക്സിമം ടപ്പിൾസിന്റെ എണ്ണം എന്തായിരിക്കും, 50 × 30 അഥവാ 1500. ഓപ്ഷൻ നമ്പർ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ തേർഡ് ക്വസ്റ്റ്യൻ. Find minimum number of tables required for converting the following entity relationship diagram into relational database. നമുക്കൊരു ER ഡയഗ്രം തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് റിലേഷണൽ ഡാറ്റാബേസിലേക്ക്
കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഗേറ്റിലായാലും നെറ്റിലായാലും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. അപ്പോൾ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തെ ഡയഗ്രത്തെ റിലേഷണൽ ഡാറ്റാബേസിലേക്ക് മാറ്റുമ്പോഴുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന എൻറ്റിറ്റി സെറ്റ് എത്ര എൻറ്റിറ്റി സെറ്റ് തന്നിട്ടുണ്ടോ അത്രയും റിലേഷനിൽ നമ്മൾ എന്തുണ്ടാക്കണം, റിലേഷണൽ സ്കീമയിൽ അത്രയും റിലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അഥവാ ഓരോ എൻറ്റിറ്റിക്കും ഇവിടെ R1 എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്, R2 എന്ന് പറയുന്ന എൻറ്റിറ്റി ഉണ്ട്. ഈ ഓരോ എൻറ്റിറ്റി സെറ്റിനും നമ്മൾ ഓരോ റിലേഷൻസ് അഥവാ ഓരോ ടേബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എൻറ്റിറ്റി സെറ്റിന്റെ ആട്രിബ്യൂട്ട്സിനെ റിലേഷന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്യണം. അതുപോലെ എൻറ്റിറ്റിയിലുള്ള കീ ആട്രിബ്യൂട്ടിനെ റിലേഷന്റെ പ്രൈമറി കീ ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒന്നിലധികം എൻട്രീസ് വരാൻ ചാൻസ് ഉള്ള ആട്രിബ്യൂട്ട്. ഇപ്പൊ ഒരു ഫോൺ നമ്പർ, ഒരാൾക്ക് ഒന്നിലധികം ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ് ഫോൺ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഒരു ആട്രിബ്യൂട്ടിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റിലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എൻറ്റിറ്റി സെറ്റിന്റെ കീ ആട്രിബ്യൂട്ട് എന്താണോ അതും എൻ്റർ ചെയ്യുന്നു, ഈ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്താണോ അതും എൻ്റർ ചെയ്യുന്നു. ഇവ രണ്ടും കൂടെ ആയിരിക്കും ആ ഒരു ടേബിളിന്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം ആ തന്നിരിക്കുന്ന എൻറ്റിറ്റിയുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള കേസിൽ R1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു, R1 എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ A എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും അതുപോലെ തന്നെ C എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും നമ്മൾ എൻ്റർ ചെയ്യുന്നു. B എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഈ എൻറ്റിറ്റിയുടെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ മൾട്ടി വാല്യൂഡിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിന് സെപ്പറേറ്റ് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഈ ആട്രിബ്യൂട്ട് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടും കീ ആട്രിബ്യൂട്ടും നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 2 ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻറ്റിറ്റി സെറ്റ് വിത്ത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഉള്ള കേസ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു നെയിം ഒരു പക്ഷേ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അതുപോലെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇവരുടെ എല്ലാം ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിരിക്കും നെയിം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കേസിൽ എന്താണ് ചെയ്യാന്നാണ് നോക്കുന്നത്. ഈ ഒരു കേസിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ നമ്മൾ സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അഥവാ നെയിം എന്നുള്ളതിനെ ആദ്യം ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം, ഇങ്ങനെ 3 ആട്രിബ്യൂട്ട് ആയിട്ടായിരിക്കും നമ്മൾ റിലേഷനിൽ എൻ്റർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ളതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻറ്റിറ്റിക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു എൻറ്റിറ്റി സെറ്റിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടേബിൾ ആവശ്യമാണ്. കീ ആട്രിബ്യൂട്ട് ഏതാണോ അതിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യും. സെയിം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കേസ് തന്നെയാണ്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന്റെ കാര്യത്തിൽ മൾട്ടി വാല്യൂഡിന്റെ പോലെ മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തന്നിരിക്കുന്ന റിലേഷൻ 1-to-1 റിലേഷൻഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡയഗ്രത്തിൽ എത്ര എൻറ്റിറ്റി സെറ്റ് ഉണ്ടോ അതിനെല്ലാം സെപ്പറേറ്റ് റിലേഷൻ നമ്മൾ കറസ്പോണ്ടിങ് റിലേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. R1 എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീയെ നമ്മൾ R2 എന്ന് പറയുന്ന ടേബിളിൽ ഫോറിൻ കീ ആയിട്ട് ഡിഫൈൻ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ R2 എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീയെ R1 നമ്മൾ ഫോറിൻ കീ ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ് എടുക്കുകയാണ് 1-to-many റിലേഷൻഷിപ്പ്. ഈ കേസിൽ സെപ്പറേറ്റ് റിലേഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ ഓൾ പാർട്ടിസിപ്പേറ്റിംഗ് എൻറ്റിറ്റീസ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ എൻറ്റിറ്റി സെറ്റിനും സെപ്പറേറ്റ് റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. കൂടാതെ മിനീസിന്റെ സൈഡിൽ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ആട്രിബ്യൂട്ട് ആണോ അതിനെ വൺസിന്റെ സൈഡിൽ ഫോറിൻ കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1-to-many റിലേഷൻ ആണ്. അപ്പോ ഈ മിനീസിന്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഈ R2ന്റെ സൈഡിലുള്ള R2 എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ പ്രൈമറി കീ ആയിട്ട് എന്താണോ സെറ്റ് ചെയ്യുന്നത്, X ആണ് സെറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ Xനെ നമ്മൾ R1 എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും. അതാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ റിലേഷൻഷിപ്പിന്, ഇവിടെ റിലേഷൻഷിപ്പിന് നമുക്ക് ആട്രിബ്യൂട്ട് ഒന്നുമില്ല. ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും ആട്രിബ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വൺസിന്റെ സൈഡിലുള്ള എൻറ്റിറ്റി സെറ്റിലെ ആട്രിബ്യൂട്ട് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യും. ഇനി നെക്സ്റ്റ് കേസ് മെനി ടു വൺ റിലേഷൻഷിപ്പ് ആണ്. വൺ ടു മെനിനോട് പറഞ്ഞ സെയിം കേസ് തന്നെയാണ് മെനി ടു വണ്ണിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് മെനി ടു മെനി റിലേഷൻഷിപ്പ് ആണ്. മെനി ടു മെനി റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ റിലേഷൻഷിപ്പിൽ വരുന്ന ആട്രിബ്യൂട്ട്സിന് നമ്മൾ സെപ്പറേറ്റ് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ബാക്കിയുള്ള മാപ്പിങ്ങിൽ നിന്നും മെനി ടു മെനി മാപ്പിങ്ങിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു R1 എന്ന് പറയുന്ന എൻറ്റിറ്റി സെറ്റിന് ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ആട്രിബ്യൂട്ട് ബി എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ആയതുകൊണ്ട് അതിന് ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ R2 എന്ന് പറയുന്നത് മറ്റൊരു എൻറ്റിറ്റി സെറ്റ് ആയതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം, മറ്റൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 3 ടേബിൾസ് ആണ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഈ ER ഡയഗ്രത്തിനെ ഡാറ്റാബേസിലേക്ക്, റിലേഷണൽ ഡാറ്റാബേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് 3 ടേബിൾസ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, 2 concurrent executing transactions T1 and T2 are allowed to update same stock item, say A, in an uncontrolled manner. In such a scenario, following problems may occur: dirty read problem, lost update problem, transaction failure, and inconsistent database state. Which of the following option is correct if database system has no concurrency module and allow concurrent execution of above 2 transactions? ഒരു ഡാറ്റാബേസിൽ T1 എന്നും T2 എന്നും പറയുന്ന 2 ട്രാൻസാക്ഷൻസ് ഒരു അൺകൺട്രോൾഡ് മാനറിൽ പെർഫോം ചെയ്യാണ്. അഥവാ ആ ഡാറ്റാബേസ് സിസ്റ്റത്തിൽ കൺകറൻസി മൊഡ്യൂൾ പ്രസന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് അവിടെ അറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എന്താണ് കൺകറൻസി കൺട്രോൾ മൊഡ്യൂൾ എന്ന് നോക്കാം. ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ കൺകറന്റ് ആയിട്ട് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ അറൈസ് ചെയ്യാൻ ഉള്ള പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺകറൻസി കൺട്രോൾ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കൺകറൻസി കൺട്രോൾ മൊഡ്യൂൾ പ്രസന്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിൽ അറൈസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡേർട്ടി റീഡ് പ്രോബ്ലം. എന്താണ് ഡേർട്ടി റീഡ് പ്രോബ്ലം? ഡേർട്ടി റീഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റയെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഏത് ഡാറ്റയെ? മറ്റൊരു ട്രാൻസാക്ഷൻ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയെ. അങ്ങനെയുള്ള കേസിലാണ് ഡേർട്ടി റീഡ് പ്രോബ്ലം ഒക്കെ അറിയുന്നത്. അഥവാ ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റയെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അത് ഫിനിഷ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുൻപ് തന്നെ മറ്റൊരു ട്രാൻസാക്ഷൻ ആ ഒരു ഡാറ്റയെ റീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ് ഡേർട്ടി റീഡ് പ്രോബ്ലം ഒക്കെ അറിയുന്നത്. ഇനി ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എപ്പോഴാണ് അറൈസ് ചെയ്യാൻ നോക്കാം. 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് സെയിം ഡാറ്റനെ സെയിം ടൈമിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. അഥവാ 2 different transactions are trying to update the same column on the same row within the database at the same time. ഒരേ ടൈമിൽ ഒരേ ഡാറ്റയെ തന്നെ 2 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒന്നിലധികം ട്രാൻസാക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം അറൈസ് ചെയ്യുന്നത്. ഇനി ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ സ്റ്റേറ്റ്. ഈ പ്രോബ്ലം അറൈസ് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ ഒരു ഡാറ്റയെ മറ്റൊരു ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപും ആ ഒരു ട്രാൻസാക്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും അത് ആക്സസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, ആ ഡാറ്റയിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ആണ് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അറൈസ് ചെയ്യാനുള്ള കാരണം. അഥവാ 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും സെയിം ഡാറ്റ ഐറ്റത്തിന് കിട്ടുന്നുണ്ടായിരിക്കുക. ഈ ഒരു സ്റ്റേറ്റ് തന്നെയാണ് ഇൻകൺസിസ്റ്റന്റ് ഡാറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസാക്ഷൻ ഫെയിലിയർ എന്ന് നോക്കാം. ഒരു ട്രാൻസാക്ഷൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫെയിലായി പോവുക. ഒരുപക്ഷെ അതൊരു ലോജിക്കൽ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു സിസ്റ്റം എറർ ആയിരിക്കാം. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു ട്രാൻസാക്ഷൻ
ടെർമിനേറ്റ് ആയി പോകുന്നതിനെയാണ് ട്രാൻസാക്ഷൻ ഫെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഈ കാര്യങ്ങളിലൊക്കെ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും ട്രാൻസാക്ഷൻ ഫെയിലറിൽ കൺകറൻസി കൺട്രോൾ മൊഡ്യൂളിന് യാതൊരു പങ്കുമില്ല. ഒരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ലോജിക്കൽ എറേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റം എറേഴ്സോ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി പോകും. അത് കൺകറന്റ് ആയി നടക്കുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിലും സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് സംഭവിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എ, ബി ആൻഡ് ഡി എന്നുള്ളതാണ് ആൻസർ, അഥവാ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യനും ഇതാണ്. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള ഈ 2019 തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ 2 സ്കീമ തന്നിട്ടുണ്ട്. ഈ 2 സ്കീമയുടെയും ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സ്കീമ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. is a set of binary strings that match the template which is made up of ones, zeros and stars, where star matches either 0 or 1. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 2 സ്കീമ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഒരു സ്കീമയുടെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ ആ ഒരു സ്കീമയിൽ എത്ര ഫിക്സഡ് ബിറ്റ്സ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഫിക്സഡ് ബിറ്റ്സ് എന്ന് പറയുന്നത് either 1 അല്ലെങ്കിൽ 0. ഇവിടെ അപ്പോൾ 1, 2, 3, 4 and 5 ബിറ്റ്സ് ആണ് ഈ സ്കീമയിലുള്ളത്, അഥവാ 5 ആണ് ഈ സ്കീമയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ കേസിലാണെങ്കിൽ 2 ആണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ ബാക്കി പോർഷൻ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. താങ്ക് യു.